നിങ്ങളൊരു സ്ത്രീയാണെങ്കിലോ നിങ്ങളുടെ വീട്ടിലൊരു സ്ത്രീ ഉണ്ടെങ്കിലോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ട ശേഷം ഇതിലുള്ള ഇൻഫർമേഷൻ എല്ലാവർക്കും വേണ്ടി പാസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കേരള പോലീസിൻ്റെ പുതിയൊരു കലാപരിപാടി വന്നിട്ടുണ്ട്. കലാപരിപാടി എന്ന് പറയുമ്പോൾ നമ്മുടെ സൈബർ സെക്യൂരിറ്റിക്കൊക്കെ ഇപ്പോൾ കേരള പോലീസ് നല്ല രീതിയിലുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഉള്ള അവരുടെ പേജുകളിൽ കയറി നോക്കിയാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും. എത്ര രീതിയിൽ അത് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ വിലയിരുത്തേണ്ട കാര്യങ്ങളാണ്. എന്നാലും പുതിയ രീതിയിൽ നേരത്തെ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്, പോൾ ആപ്പ് എന്ന് പറഞ്ഞിട്ട്. അതിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നിട്ടുള്ള നിർഭയം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനുണ്ട്. അത് നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ ഒരു രീതി എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയോ സ്ത്രീയോ പുറത്തു പോയിട്ട് സമയത്തിന് എത്തിയില്ലെങ്കിലോ അവർ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ അകപ്പെടുകയാണെങ്കിലോ അല്ലെങ്കിൽ വീട്ടിനകത്ത് തന്നെ സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത സാഹചര്യം പോലും നിങ്ങൾക്ക് വന്നേക്കാം. ചിലപ്പോൾ ചില സെക്കൻഡുകളോ അല്ലെങ്കിൽ കുറച്ച് മിനിറ്റുകളോ മാത്രമായിരിക്കും നിങ്ങളുടെ മുന്നിൽ അവശേഷിക്കുക. അപ്പോൾ ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ് നിർഭയം എന്ന് പറയുന്ന കേരള പോലീസിൻ്റെ പുതിയ ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് നടക്കുന്ന പ്രശ്നങ്ങളുടെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ വോയിസ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ടോ അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനൊന്നും സാഹചര്യം കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്നത് കൊണ്ട് മാത്രമോ നിങ്ങൾക്കൊരു സെക്യൂരിറ്റി ഉറപ്പാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നെങ്കിൽ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നിങ്ങൾ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്ത ശേഷം നമ്മുടെ പേരും മെയിൽ ഐ ഡി, ഫോൺ നമ്പർ, ഏജ്, പിന്നെ ഒരു പാസ്വേഡും കൂടി ഇട്ടിട്ട് നമ്മൾ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞ ശേഷം നമ്മൾ ആ അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് സൈൻ ഇൻ ചെയ്യാനായിട്ട് കൊടുക്കുക. കൊടുത്ത ശേഷം തൊട്ട് താഴെ നമുക്ക് ക്യാപ്ച ടൈപ്പ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവും. ആ ക്യാപ്ചയും കൂടി നിങ്ങൾ ടൈപ്പ് ചെയ്ത ശേഷം ലോഗിൻ കൊടുക്കുക. ലോഗിൻ ആയ ശേഷം നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു ഇൻ്റർഫേസ്, ഈ ഒരു ഇൻ്റർഫേസാണ് കാണുന്നത്. നമുക്ക് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല. ഇത് എന്തൊക്കെയാണ് ആകെ ഇതിനകത്തുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺടാക്ട്സ് എന്നുള്ള ഓപ്ഷനുണ്ട്. ആ കോൺടാക്ട്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആഡ് കോൺടാക്റ്റ് ഓപ്ഷനുണ്ട്. ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ എമർജൻസി ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ പോലീസുകാരുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോൺടാക്റ്റ് ഏതാണോ അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ചൂസ് ഫ്രം യുവർ കോൺടാക്റ്റ് കൊടുത്തിട്ട് നമ്മുടെ വേണ്ട ആൾക്കാരുടെ നമ്പർ, വേണ്ടത് ആരുടെ നമ്പറാണോ ആ നമ്പർ സെലക്ട് ചെയ്ത ശേഷം അവരുമായിട്ടുള്ള നമ്മുടെ റിലേഷൻ കൊടുക്കുക. ഹസ്ബൻഡോ വൈഫോ അല്ലെങ്കിൽ ബ്രദർ ആൻഡ് സിസ്റ്റർ ആണെങ്കിൽ സിബ്ലിംഗ് എന്നോ അല്ലെങ്കിൽ ഫ്രണ്ട് ആണെങ്കിൽ ഫ്രണ്ട് എന്നോ ഉള്ളത് കൊടുക്കുക. എന്നിട്ട് ആഡ് കൊടുക്കുക. ഇത്രയും മാത്രമേ നമ്മൾ ചെയ്താൽ മതി. അതങ്ങനെ നമ്മൾ ചെയ്ത് വെച്ചേക്കുക. അത് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ പെർമിഷനൊക്കെ എനേബിൾ ചെയ്യാൻ ചോദിക്കുന്നതാണ്. അപ്പോൾ പെർമിഷനൊക്കെ നിങ്ങൾ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള പെർമിഷൻ കൊടുക്കേണ്ടതാണ്. സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഇത്രയൊക്കെയാണ് ഉള്ളത്. പിന്നെ അതിൽ സെറ്റിങ്സിൽ നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. നമ്മൾ പുറകിൽ വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഈ ഒരു സിമ്പിൾ സെറ്റപ്പാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാം. താഴെ നമ്മൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് എങ്കിൽ എൻ്റർ മെസ്സേജ് എന്നും താഴെ ഫോട്ടോ ആൻഡ് വീഡിയോ എന്നും പിന്നെ ഹോൾഡ് ആൻഡ് റെക്കോർഡ് എന്നുള്ള ഓപ്ഷനാണുള്ളത്. നടുവിലായിട്ട് കാണുന്ന വലിയ ബട്ടൺ എന്ന് പറയുന്നതാണ് നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കേണ്ട ബട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം നമുക്ക് എഴുതാനുള്ള ഒരു സാവകാശം ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളവിടെ അത് എഴുതിയ ശേഷം മാത്രം പ്രസ് ആൻഡ് ഹോൾഡ് കൊടുക്കുക. നമ്മൾ വെറുതെ ഒരു പ്രസ് ആൻഡ് ഹോൾഡ് കൊടുത്ത് കിട്ടുന്നതിനേക്കാൾ കുറച്ചുകൂടെ റെസ്പോൺസ് അതിന് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതുക. തൊട്ട് താഴെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഫോട്ടോയോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വോയിസോ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് അയക്കാനായിട്ട് സാധിക്കുമെങ്കിൽ അതുകൂടി ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് റെസ്പോണ്ട് ഉണ്ടാവാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടും എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ചെയ്ത ശേഷം നിങ്ങൾ വേറൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് അതിനൊന്നും സാഹചര്യം ഇല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് വെറുതെ ആ ഒരു ബട്ടൺ 5 സെക്കൻഡ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മാത്രം മതി. ആ മെസ്സേജ് സെൻഡ് ആകുന്നതാണ്. നമ്മളിങ്ങനെ അയച്ചു കഴിയുമ്പോൾ അവിടെ കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ യൂസർ നെയിം, പേര്, പിന്നെ ലൊക്കേഷൻ, നമ്മുടെ ഏജ്, സിറ്റി, പിന്നെ നമ്മുടെ മൊബൈൽ നമ്പർ, പിന്നെ നമ്മുടെ എമർജൻസി കോൺടാക്റ്റ് ആരുടെയാണോ വെച്ചിരിക്കുന്നത്, എത്ര പേര് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അത് എത്ര പേരാണോ അത്രയും നമ്പർ, ഇതൊക്കെ കൂടിയാണ് കൺട്രോൾ റൂമിൽ സെൻഡ് ആകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെസ്പോൺസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം.
അപ്പോൾ ഏതൊരു ആപ്ലിക്കേഷൻ ആയാലും നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആവശ്യമില്ലാതെ വെറുതെയൊക്കെ ആ ഒരു ബട്ടണൊക്കെ എടുത്ത് വെച്ചിട്ട് പ്രസ് ചെയ്ത് പിടിക്കുകയോ ടെസ്റ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ വളരെ വളരെ ചെറിയൊരു കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. വളരെ ചെറുതെന്നാണ് ഞാൻ പറഞ്ഞത്. ആവശ്യമുള്ള കാര്യത്തിന് തീർച്ചയായിട്ടും ഉപയോഗിക്കണം. ഞാനത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇത് എടുത്ത് ഉപയോഗിച്ച് വെറുതെ ടെസ്റ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ പുലി വരുന്നേ എന്ന് പറഞ്ഞിട്ട് അവസാനം പുലി വരാത്ത അവസ്ഥ ആയിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ നല്ല രീതിയിൽ ഈ ആപ്ലിക്കേഷനെ നമ്മൾ അത്രയും സീരിയസ്നെസ് ആയിട്ട് എടുത്തിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇതിനെ എഫിഷ്യൻ്റായിട്ട് കേരള പോലീസ് അതിനെ എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു മുൻവിധിയോടുകൂടി നമ്മൾ സമീപിക്കേണ്ട. നല്ല അഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളും ഉള്ള തീർച്ചയായിട്ടും ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഇനി അങ്ങോട്ടുള്ള അഭിപ്രായം അറിയിക്കാനായിട്ടും പുതിയ വീഡിയോസ് അപ്ഡേഷനായിട്ട് കാണുവാനായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടുതൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഇൻഫർമേഷൻ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും മറക്കാതിരിക്കുക.